സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയമുള്ളവരെ, എല്ലാവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഈശോയുടെ തിരുഹൃദയം അതൊരാകൃതിയല്ല, വെറുമൊരു പ്രതീകമല്ല, മഹാകരുണയുടെ അടയാളമാണ്. നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പ് നമുക്കവിടെ കാണാനാവും. ക്രൂശ് മരണത്തിൽ പോലും തൻ്റെ ഹൃദയം നമുക്കായി പിളർന്നു തന്ന സഹനങ്ങളിൽ തീരാത്ത സ്നേഹത്തിൻ്റെ ശബ്ദം നമുക്കവിടെ കേൾക്കാനാവും. അധികം ക്ഷമിക്കാൻ, അധികം കരുതൽ കാണിക്കാൻ, കുറച്ചുകൂടി അധികം പ്രാർത്ഥിക്കാൻ ഈശോയുടെ ഹൃദയം നമ്മെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിന് മനുഷ്യവംശത്തോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴമേറിയ പ്രകടനമാണ് ഈശോയുടെ തിരുഹൃദയമെന്ന് ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ഈശോയ്ക്ക് ഒരു ഹൃദയമുണ്ട്, ആ ഹൃദയം നിങ്ങളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുകയാണ് എന്ന്. വിശുദ്ധ പാദ്രെ പിയോ പറയുന്നു, വിശുദ്ധ കൂദാശയിൽ ഈശോയെ സമീപിക്കുക, അവിടുത്തെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ദിവ്യ സ്നേഹത്തിൻ്റെ ജീവനുള്ള ഉറവിടമാണ് ആ ഹൃദയം. നമ്മുടെ പാപപങ്കിലമായ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സൗമ്യമായി നമുക്ക് വെച്ചു കൊടുക്കാം. എല്ലാ പാപങ്ങളും മാഞ്ഞു പോകട്ടെ, എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടട്ടെ, എല്ലാ ദുഃഖങ്ങൾക്കും ആശ്വാസം ലഭിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ